ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ക്ലോക്ക്. അപ്പൊ ക്ലോക്കുമായി ബേസ് ചെയ്തിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും അതിലെല്ലാം ചോദിക്കാറുണ്ട്. PSCയുടെ LDC ആണെങ്കിലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലും ക്ലോക്കുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നിർബന്ധമായിട്ടും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ക്ലോക്കിലെ ഒരു കിഡിലൻ ഷോർട്ട് കട്ട് ട്രിക്ക് ആണ് നോക്കാൻ പോകുന്നത്. എന്റെ പേര് ഇസ്മായിൽ കാലടി. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് IMA മാത്ത് ട്രിക്സ്. അറിയുന്ന ഒരു സിമ്പിൾ ഇക്വേഷൻ ആണ് ടു നോ ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ആൻഡ് ഹവർ ഹാൻഡ്. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇതാണ് ആ ഇക്വേഷൻ 30h മൈനസ് 11/2m. അപ്പൊ ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഷോർട്ട് കട്ട്സ് വരുന്നത്. ഇതാണ് നമ്മൾ നോർമലി എല്ലാ ക്വസ്റ്റ്യൻസിലും ആംഗിൾ കാണാനുള്ള ക്വസ്റ്റ്യൻസിൽ ഈ ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യാറുള്ളത്. ഇതിൽ അവരുടെ സ്ഥാനത്ത് അവരുടെ വാല്യൂ ഇട്ട് കൊടുക്കും, എമ്മിന്റെ സ്ഥാനത്ത് മിനിറ്റിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മളെ കോണളവ് കാണുന്നത്. അപ്പൊ അതിൽ തന്നെ എങ്ങനെ കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് ഷോർട്ട് കട്ട്സ് അപ്ലൈ ചെയ്തിട്ട് ഉത്തരങ്ങൾ കണ്ടെത്താം എന്നാണ് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം ബേസിക് രീതിയിൽ, ഇപ്പൊ ഒരു നോർമൽ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും എന്നും കൂടെ ആദ്യം ചെക്ക് ചെയ്യാം. 7:30 നമുക്ക് സമയം തന്നിട്ടുള്ളത്. അപ്പൊ നേരത്തെ തന്ന നമ്മുടെ ഇക്വേഷൻ 30h മൈനസ് 11/2m എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ അവറിന്റെയും മിനിറ്റിന്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 30 × 7 മൈനസ് 11/2 × m എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എമ്മിന്റെ വാല്യൂ 30 ആണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, 30 × 2 വിട്ട് ഇവിടെ 15 കിട്ടും. 210 മൈനസ് 11 × 15 ചെയ്യുമ്പോൾ 165 കിട്ടും. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 45 ഡിഗ്രി കിട്ടും. അപ്പൊ ഇതാണ് ഇതിന്റെ നോർമൽ രീതിയിലുള്ള സോൾവിങ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് 5:20 കൂടെ സോൾവ് ചെയ്യാം. 5:20 സോൾവ് ചെയ്യുമ്പോൾ 150 ഡിഗ്രി മൈനസ് 20 × 11/2 എന്ന് വരും. 20ഉം 2ഉം വെട്ടി ഇവിടെ 10 ആയി. 150 നിന്ന് 110 കുറച്ചു 40 ഡിഗ്രി കിട്ടി. ഇതാണ് ഇതിന്റെ നോർമൽ മെത്തേഡ്. അപ്പൊ ഇനി നോർമൽ മെത്തേഡ് മാറ്റി പിടിച്ചിട്ട് ഇതിലെ രണ്ട് കിഡിലിന് ഷോർട്ട് കട്ട് ട്രിക്സ് ആണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ആൻഡ് ഹവർ ഹാൻഡ് അറ്റ് 12:20? സമയം 12:20 ആവുമ്പോൾ മിനിറ്റ് ഹാൻഡും ഹവർ ഹാൻഡും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. ഇത് മുമ്പ് PSC ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് നമ്മൾ നോർമലി 12 × 30 ആ രീതിയിൽ ചെയ്യുന്നതിനും പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഷോർട്ട് കട്ട് ട്രിക്ക് ഉണ്ട്. 11/2 × m. നമ്മുടെ ഇക്വേഷനിൽ ഈ ഒരു ഭാഗം മാത്രം സോൾവ് ചെയ്താൽ തന്നെ നമുക്ക് ഇതിന്റെ റൈറ്റ് ആൻസർ കിട്ടും. എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 11/2 × 20. 20ഉം 10ഉം വെട്ടി 11 × 10 110 ഡിഗ്രി ആയിരിക്കും ഇതിന്റെ റൈറ്റ് ആൻസർ. നമുക്ക് ആ ഇക്വേഷന്റെ 11/2 × m എന്ന് പറയുന്ന ഭാഗം മാത്രം സോൾവ് ചെയ്ത് കൊടുത്താൽ മതി. അത് തന്നെ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. നിങ്ങൾക്ക് വേണമെങ്കിൽ 360 ഡിഗ്രി ഇട്ടിട്ട് 30 × h എന്ന് പറയുന്ന ഭാഗം ഇട്ടിട്ട് വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലോക്കിലെ ഫസ്റ്റ് ഷോർട്ട് കട്ട് ട്രിക്ക്. അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്. 12:10 എത്ര ആയിരിക്കും ആംഗിൾ എന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഈ 11/2 × m ആ ഭാഗം മാത്രം ചെയ്താൽ മതി. 11/2 × 10 ഡിഗ്രി. 10ഉം 2ഉം വെട്ടി ഇവിടെ 5 ആയി. 11 × 5 55 ഡിഗ്രി ആയിരിക്കും ഈ ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ക്ലോക്ക് പ്രോബ്ലംസ് വെറും 5 സെക്കൻഡിൽ ഈ ഐഡിയാസ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്തത്. 12:20 12:10 രണ്ടിലും നമുക്ക് എച്ചിന്റെ ആ ഭാഗം തന്നെ ഇക്വേഷനിൽ ആവശ്യമില്ല. നമുക്ക് ആംഗിൾ കാണാൻ 11/2m എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം മാത്രം കണ്ടാൽ മതി. അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലോക്കിലെ ഫസ്റ്റ് ഷോർട്ട് കട്ട് ട്രിക്ക് ഞാൻ പറയുന്നത്. അപ്പൊ ഇത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഇനി രണ്ടാമത്തെ ഷോർട്ട് കട്ട് ട്രിക്ക് ആദ്യം നമ്മൾ നോർമൽ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാണ്. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ആൻഡ് ഹവർ ഹാൻഡ് അറ്റ് 5:25? 5:25 കോൺ ആംഗിൾ എത്രയായിരിക്കും, കോണളവ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോർമൽ രീതിയിലാണെങ്കിൽ നമ്മൾ 5 × 30 ഡിഗ്രി മൈനസ് 11/2 × 25. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്ത് എടുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. 150 ഡിഗ്രി മൈനസ് 25 × 11 ചെയ്യുമ്പോൾ ആദ്യം 25 × 10 ചെയ്യുക, അതിനോട് ഒരു 11 കൂട്ടുക, അതിനോട് ഒരു 25 കൂട്ടുക. അപ്പൊ 275/2 എന്ന് വരും. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 130 ഡിഗ്രി മൈനസ് 137.5 ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും. അപ്പൊ ഒരുപാട് കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ എത്ര കിട്ടും, 12.5 ഡിഗ്രി അല്ലെങ്കിൽ 12.5 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് വേറൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹവറും മിനിറ്റും തമ്മിലുള്ള റേഷ്യോ നോക്കാം. ഇവിടെ എത്രയാണ് ഹവറും മിനിറ്റും? ഹവർ 5 ആണ്, മിനിറ്റ് 25 ആണ്.
ഇത് എഴുതിയ ആ രീതിയിൽ നിന്ന് തന്നെ നമുക്ക് റേഷ്യോ നോക്കാം. 5:25. അതിനൊന്ന് ചെറുതാക്കി നോക്കാം. എത്ര ആവും റേഷ്യോ? 1:5 ആണ് ഈ സമയം ഹവറും മിനിറ്റും തമ്മിലുള്ള റേഷ്യോ വരുന്നത്. അപ്പൊ ക്വസ്റ്റ്യനിൽ ഹവറും മിനിറ്റും തമ്മിലുള്ള റേഷ്യോ 1:5 ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, m/2 ചെയ്താൽ മതി. എത്രയാണോ മിനിറ്റ് അതിന്റെ പകുതി എടുത്താൽ അതായിരിക്കും ഡയറക്റ്റ് ആൻസർ. 25/2 ചെയ്യുക, 12.5 ഡിഗ്രി ആയിരിക്കും ഇതിന്റെ റൈറ്റ് ആൻസർ. അപ്പൊ ഇതേ ഷോർട്ട് കട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു റേഷ്യോ കൂടെ ഉണ്ട്. അതെന്താണ്? ഈ ക്വസ്റ്റ്യന്റെ റേഷ്യോ നോക്കാം. 6:36 ആണ്. അപ്പൊ 6നെയും 36നെയും നമ്മൾ റേഷ്യോ ആക്കി എഴുതുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 1:6 ആണ് റേഷ്യോ. അപ്പൊ 1:6 റേഷ്യോ ആണെങ്കിലും നമുക്ക് നേരത്തെ പറഞ്ഞ അതേ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാം. m/2 ചെയ്താൽ ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം കിട്ടും 36/2, 18 ഡിഗ്രി ആയിരിക്കും ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം. നിങ്ങൾ നോർമൽ മെത്തേഡ് വഴി ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പൊ ഈ രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC വരാറുണ്ട്. ഈ റേഷ്യോയിൽ 1:5 അല്ലെങ്കിൽ 1:6 എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, മുമ്പും വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഉത്തരങ്ങള് നമുക്ക് അഥവാ ഹവറിന്റെയും മിനിറ്റിന്റെയും റേഷ്യോ 1:5 അല്ലെങ്കിൽ 1:6 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് മിനിറ്റ്/2, മിനിറ്റ് എത്രയാണോ അതിന്റെ പകുതി എടുക്കാം. അപ്പൊ ഈ രീതിയിൽ വരാൻ സാധ്യതയുള്ള കുറെ നമ്പേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ നോക്കാം. ഇതൊക്കെ അതിന് പറ്റിയ എക്സാമ്പിൾസ് ആണ്. 4:20, 5:25 നമ്മളിപ്പോ ചെയ്തു. അതുപോലെ 6:30, ഇനി 7:35, 8:40, ഇതൊക്കെ പറഞ്ഞ റേഷ്യോയിലാണ്. ഈവൻ 8:48, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ 1:5 അല്ലെങ്കിൽ 1:6 റേഷ്യോയിലാണ്. അപ്പൊ ഇതിലൊക്കെ ഉത്തരം കാണാൻ എന്താണ്? ഒരു പണിയില്ല. 20ന്റെ പകുതി എടുക്കുക 10, ഇവിടെ 25ന്റെ പകുതി എടുക്കുക 12.5, 30ന്റെ പകുതി എടുക്കുക 15, 35ന്റെ പകുതി എടുക്കുക 17.5, 40ന്റെ പകുതി എടുക്കുക 20, 48ന്റെ പകുതി എടുക്കുക 24. ഇതിനൊക്കെ ആൻസർ ഇത്രയും സിമ്പിൾ ആയിട്ട് വെറും ഒരു 2 സെക്കൻഡിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ജസ്റ്റ് മിനിറ്റിന്റെ പകുതി എടുക്കുക. അപ്പൊ ഈ റേഷ്യോസ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. നമ്മുടെ ഹവറും മിനിറ്റും തമ്മിലുള്ള റേഷ്യോ 1:5 or 1:6 ആണെങ്കിൽ അതിന്റെ ഡയറക്റ്റ് ഉത്തരം എത്ര ആയിരിക്കും? അതിന്റെ ഉത്തരം മിനിറ്റ്/2 ആയിരിക്കും. എത്രയാണോ മിനിറ്റ് അതിന്റെ പകുതി എടുത്താൽ നമുക്ക് ഉത്തരം കിട്ടുന്നതായിരിക്കും. ഈ രീതിയിൽ മുമ്പ് PSC ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്ലോക്കിൽ സമയം 3:15 കാണിക്കുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിൽ വരുന്ന കോൺ എത്ര എന്നാണ് ചോദ്യം. അതാണ് ഇപ്പൊ ഷോർട്ട് കട്ട് പഠിച്ചിട്ടേ ഉള്ളൂ. എന്താണ്? 3:15 ആണ് സമയം. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മൈൻഡിൽ അതിന്റെ റേഷ്യോ വരണം. 3നെയും 15നെയും ചെറുതാക്കുമ്പോൾ റേഷ്യോ എന്തായി? 1:5 ആണ്. 1:5 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 15ന്റെ പകുതി എടുത്താൽ മതി. 15/2. ഇതിന്റെ ഉത്തരം 7:1/2 ഡിഗ്രി ആയിരിക്കും ഇതിന്റെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ C ആയിരിക്കും ഇതിന്റെ റൈറ്റ് ആൻസർ. വെറും 2 മുതൽ 5 സെക്കൻഡിൽ നമ്മൾ ഇങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് സോൾവ് ചെയ്യാം. അപ്പം 2 ട്രിക്സ് ആണ് ഇത് പ്രധാനമായിട്ട് പറഞ്ഞത്. ഒന്ന് 12ൽ തുടങ്ങുന്ന സമയമാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? 11/2 m ആയിട്ട് മാറും. ഇനി 1:5 or 1:6 റേഷ്യോയിലാണ് നമ്മുടെ ക്ലോക്കിന്റെ ഹവറും മിനിറ്റും തമ്മിലുള്ളതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ m/2 ആയിട്ട് മാറും. ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ട്രിക്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും വേണ്ടി ശ്രദ്ധിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. അതുപോലെ ഇങ്ങനത്തെ എല്ലാ ടോപ്പിക്സും ഡീറ്റെയിൽ ആയി എടുക്കുന്ന ക്ലാസ്സുകൾ കേരള PSCയുടെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എന്ന പേരിൽ അക്കാദമിയിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അതിന്റെ സബ്സ്ക്രിപ്ഷൻ വാങ്ങാവുന്നതാണ്. 1 മന്തിന് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാം. അതുപോലെ 6 മന്തിന് ഉണ്ട്. കേരളത്തിലുള്ള എല്ലാ പ്രമുഖ എഡ്യൂക്കേറ്റേഴ്സും അവരുടെ സബ്ജക്ട്സ് അതിൽ ടീച്ച് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ്സസ് വഴിയാണ് ടീച്ച് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 10% ഓഫർ കിട്ടണമെങ്കിൽ ISU Math എന്ന എന്റെ കോഡ് യൂസ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ എൻഡ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ നല്ല ഷോർട്ട് കട്ട് ട്രിക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ ഫ്രം IMA Math Tricks.